അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. സാലത്തൂർ മദ്രസയിലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോൻ, മകൻ്റെ പേര് മുസമ്മിൽ എന്നാണ്. ആ മുസമ്മിൽ ചെയ്ത ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇവൻ്റെ പ്രായമാണെങ്കിലോ ഏകദേശം 10 വർഷം. ഈ വിദ്യാർത്ഥി ഉസ്താദന്മാർ പറഞ്ഞിട്ട് പോലും അതൊന്നും കണക്കിലെടുക്കാതെ എനിക്ക് വേണ്ടത് പ്രാർത്ഥനയാണ് എന്ന ആ ഒരു വാക്ക് ഈ ചെറുപ്രായത്തിൽ തന്നെ, ഈ ആലിമീങ്ങളോടുള്ള ഈ ഒരു മുഹബ്ബത്ത് ഈ ചെറുപ്രായത്തിൽ തന്നെ പരിശുദ്ധമായ ഹജ്ജും ഉംറയും ചെയ്യണം, അതിന് എന്തെങ്കിലും സമ്പത്ത് സ്വരൂപിച്ച് അതിൽ നിന്ന് എനിക്ക് എൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെന്ന് സ്വരൂപിച്ച് എല്ലാ പണവും അങ്ങനെ ആ കുഞ്ഞു കൈകളെ കൊണ്ട് കുഞ്ഞു കുഞ്ഞു പനങ്ങൾ സ്വരൂപിച്ച് ഒരു ചെറിയൊരു തുകയായി. ആ സമയത്ത് വലിയൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. സമസ്തയുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ വലിയ ഒരു സമ്പത്തിൻ്റെ ആവശ്യമുണ്ട് എന്നിങ്ങനെ ഉന്നയിക്കുമ്പോൾ, പരിശുദ്ധമായ ദീൻ നമ്മിലേക്ക് എത്തിച്ചു തന്ന ഹജ്ജ് എന്താണെന്നും ഉംറ എന്താണെന്നും അത് നിർവഹിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നും എനിക്ക് പഠിപ്പിച്ചു തന്നത് ആ പരിശുദ്ധമായ സമസ്തയുടെ പണ്ഡിതന്മാരാണ്. ആ മദ്രസയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇല്ലെങ്കിൽ എനിക്ക് ഹജ്ജ് അറിയില്ലല്ലോ, എനിക്ക് ഉംറ അറിയില്ലല്ലോ, ഇതിൻ്റെ പ്രതിഫലം എന്തെന്നറിയില്ലല്ലോ. അത് പഠിച്ച് പിന്നെയല്ലേ അത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ, അപ്പോൾ അത്രയും വലിയ പരിശുദ്ധമായ ഇൽമ് നുകർന്നു തന്ന ആ പരിശുദ്ധമായ പണ്ഡിതന്മാർ ഒരു പണത്തിൻ്റെ ആവശ്യമുണ്ട്, ഒരു തഹിയ ഫണ്ടിന് പണത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ സഹായിക്കാതിരിക്കും? സഹായിക്കണമെങ്കിൽ ആ കുഞ്ഞുമക്കൾക്ക് അല്ലേ, ആ പ്രിയപ്പെട്ട മുസമ്മിലിന് കയ്യിലൊന്നുമില്ല, ആകെ ഉള്ളത് എനിക്ക് പഠിപ്പിച്ചു തന്ന ആ പ്രഗത്ഭരായ ഹജ്ജിൻ്റെയും ഉംറയുടെ മഹത്വം പഠിപ്പിച്ചു തന്ന ആ പ്രഗത്ഭരായ പഠിപ്പിച്ചു തന്ന ആ ഉംറയ്ക്ക് വേണ്ടി സ്വരൂപിച്ച ആ പണം, അത് മാത്രമേ ഉള്ളത്. ഈ മുസമ്മിലിനെ ഞാൻ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് മുഅഫ്ഫഖിനെയാണ്. മുഅഫ്ഫഖ് റളിയല്ലാഹു അൻഹു, ദിമഷ്കിലെ മുഅഫ്ഫഖ് ബിദിമഷ്ക് യഖ്സിഫുൻ നഅല ഇസ്മുഹു മുഅഫ്ഫഖ് ലം യഅതിൽ ഹജ്ജ വലാകിൻ ഖുബില ഹജ്ജുഹു ബിബർക്കത്തി ഹജ്ജിഹി ഖുബില ഹജ്ജു കുല്ലു. ആ ഒരു വാക്കാണ് എൻ്റെ പൊന്നുമോൻ മുസമ്മിലിനോട് പറയാനുള്ളത്. മോനെ, ലമ്യത്തിൽ ഹജ്ജ, ഹജ്ജിന് നീ പോയിട്ടില്ല, വലാക്കിൻ കുബില ഹജ്ജഹു, നിനക്ക് ഹജ്ജിൻ്റെ പുണ്യം കിട്ടി, ഒബിബറക്കത്തിഹി ഹജ്ജിഹി കുബിൽ ഹജ്ജുൽ കുല്ലു, നിൻ്റെ ഒരു ബർക്കത്ത് കൊണ്ട് മറ്റുള്ളവരുടെ ഹജ്ജും സ്വീകരിക്കപ്പെട്ടു എന്നുള്ള ആ മലക്കിൻ്റെ വാക്കാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മ വരുന്നത്. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? മുഅഫ്ഫഖ് റളിയല്ലാഹുവിനെ കുറിച്ചാണ്. മുഅഫ്ഫഖ് ആരാണ്? ബിദിമഷ്ക് യഖ്സിഫുൻ നഅല, അതായത് ചെറുപ്പ് തുന്നുന്ന ഒരു ചെറുപ്പ് തുന്നുന്ന ഒരു സാധാരണക്കാരനാണ് മുഅഫ്ഫഖ്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഹജ്ജെല്ലാം കഴിഞ്ഞ് വനാമ ഫിൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. ഫറആഫി മനാമിഹി മലക്കൈനി നാസിലൈനി മിനസ്സമായി ഫജറാ ബൈനൽ മലക്കൈനി ഹിവാർ, 2 മലക്കുകൾ ഇങ്ങനെ ആകാശത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നതായി കാണുന്നു. അവർ ഇറങ്ങിക്കൊണ്ട് പരസ്പരം സംഭാഷണം ചെയ്യുകയാണ്. ഒരു മലക്ക് ചോദിക്കുന്നു, കം ഹജ്ജ മിനന്നാസ് ഹാദൽ ആം, ഈ വർഷം എത്ര ഹജ്ജുകൾ സ്വീകരിക്കപ്പെട്ടു, എത്ര ആളുകളെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു, എത്ര ആളുകളാണ് ഹജ്ജിക്ക് വന്നത്? ലക്ഷക്കണക്കിന് ആളുകൾ വന്നു. ഫക്കം ഖുബില ഹജ്ജുഹും, ആരുടെ ഹജ്ജെല്ലാം സ്വീകരിക്കപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ ലം യുഖ്ബൽ
ഹജ്ജു അഹദിൻ മിൻഹും, ആ വന്ന ലക്ഷക്കണക്കിനുള്ള ആളുകളുടെ ഒരാളുടെ ഹജ്ജും സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ലാക്കിൻ റജുലുൻ, ഒരാളെ കാരണം കൊണ്ട് മറ്റുള്ളവരുടെ ഹജ്ജ് ഒക്കെ അള്ളാഹു സ്വീകരിച്ചു, ആ ആളാണെങ്കിലും ഹജ്ജിന് വന്നതുമില്ല എന്ന്. ആരാണ് ആ ആളെന്നറിയാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ എഴുന്നേറ്റ് ലിസിയാറത്തി ഹാദർ റജുൽ, ആ മുബാറക്കായ മനുഷ്യനെ കാണാൻ വേണ്ടി പോയി. അദ്ദേഹത്തെ കണ്ടു. ഫസഅലഹു അൻ ഇസ്മിഹി, അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചു. ഫഖാൽ മുഅഫ്ഫഖ് എന്ന് പറഞ്ഞു. ثم سأله أي خير خرج منك حتى وجدت هذه الدرجة, വലിയ ഉന്നതമായ പദവി നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? ഹജ്ജിന് വന്നില്ലെങ്കിലും ഹജ്ജ് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, നിങ്ങളുടെ ബർക്കത്തുകൊണ്ട് മറ്റുള്ളവരെ ഹജ്ജും സ്വീകരിച്ചു. നിങ്ങൾ ചെയ്ത ആ വലിയ പണി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അന്നഹു കാന യർജുൽ ഹജ്ജ ഫഖ്തസബ 300 ദിർഹം, 300 ദിർഹം. ഇത് 300 അടുക്കുന്നുണ്ട്. മുസമ്മിലിൻ്റെ പണവും 300 ദിർഹമാണ് ഞാൻ സ്വരൂപിച്ചത്. ആ ദിർഹം ഹജ്ജിന് വേണ്ടി സ്വരൂപിച്ചതാണ്. ഞാൻ ഹജ്ജിന് പോകാൻ വേണ്ടി എല്ലാം ഒരുങ്ങിയിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തൊരു അയൽവാസിയുണ്ട്. അയൽവാസി ഭക്ഷണമുണ്ടാക്കി. മിൻ മത്ബഖി ജാറത്തിഹി റാഹിയത്തു മത്ബഖിൽ ലഹ്മ, നല്ല മാംസത്തിൻ്റെ സുഗന്ധമാണ് എൻ്റെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് വന്നത്. എൻ്റെ ഭാര്യയാണെങ്കിൽ ഹാമിലാണ്. അവൾക്ക് ആ ഭക്ഷണത്തിനോട് വല്ലാത്ത ആഗ്രഹമായി. അങ്ങനെ ഞാൻ അയൽവാസിൻ്റെ അടുക്കൽ ഫാത്ത ജാറത്തുഹു, ഞാൻ അയൽവാസിൻ്റെ അടുക്കൽ പോയി. ഫഖാലത്ത്, മുഅഫ്ഫഖ് പറയുന്നു, ഞാൻ അവളോട് പറഞ്ഞു, അയൽവാസിയോട് പറഞ്ഞു, എനിക്ക് കുറച്ചോ ഭക്ഷണം വേണമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഹലാലുൻ ലന വ ഹറാമുൻ അലൈ, ഇത് എനിക്ക് ഹലാലാണ്, നിങ്ങൾക്ക് ഹറാമാണ്. അതിൻ്റെ കാരണം ഫഇന്ന ഐതാമി ജാഉ 3 അയ്യാം, എൻ്റെ മക്കൾ യതീമീങ്ങളാണ്, 3 ദിവസമായി ഭക്ഷണം കഴിക്കാതെ. അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്ന് പുറത്തു പോകുമ്പോൾ മൈത്തത്ത് ഹിമാർ, കഴുതയുടെ ഒരു മാംസക്കട്ട കണ്ടു. അത് ഞാൻ എടുത്ത് അതിൻ്റെ ഇറച്ചെടുത്തിട്ടാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയത്. ഇത് കേൾക്കുമ്പോൾ മുഅഫ്ഫഖിന് വല്ലാത്ത ദുഃഖമായി. ദഹ്ശ മുഅഫ്ഫഖുൻ ഹീനമാ സമിഅ ഹാദൽ ഖബർ, ഈ വാർത്ത കേട്ടപ്പോൾ മുഅഫ്ഫഖ് വസ്അ ഇലാ ദാരിഹി, നേരെ വീട്ടിലേക്ക് പോയി. ഫറജഅ ബി 300 ദിർഹമിൻ, ആ 300 ദിർഹം എടുത്തു. അദ്ദഹാ ലി ഹജ്ജി, ഹജ്ജിന് വേണ്ടി ആ നീക്കിയ 300 ദിർഹം അതെല്ലവും ആ സഹോദരിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അൻഫിഖീ അല്ല ഐതാമിക്ക്, നിൻ്റെ ആ പാവപ്പെട്ട മക്കളുണ്ടല്ലോ, ആ മക്കൾക്ക് വേണ്ടി നീ ചിലവഴിക്കുന്നു. ആ ഒരു കാര്യം ചെയ്തതിന് വേണ്ടി അദ്ദേഹത്തിന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഹജ്ജിൻ്റെ പുണ്യവും നൽകി. അദ്ദേഹത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് മറ്റുള്ളവരുടെ ഹജ്ജും അള്ളാഹു സ്വീകരിച്ചു എന്നാണ്. മുസമ്മിൽ മോനെ, നീ വലിയ ഭാഗ്യവനാണ്. അൽഹംദുലില്ലാഹ്. പ്രഗത്ഭരായ പണ്ഡിതന്മാർ, സമസ്തയുടെ ആലിമീങ്ങൾ ഒരു ചെറിയ തഹ്യ ഫണ്ടിന് ചോദിച്ചപ്പോൾ നീ സ്വരൂപിച്ച ഹജ്ജും ഉംറയും ചെയ്യാൻ വേണ്ടി സ്വരൂപിച്ച ആ പണം നീ നൽകിയല്ലോ, നീ ഹജ്ജിന് പോയില്ലെങ്കിലും ഹജ്ജിൻ്റെ പുണ്യമുണ്ട് എന്നാണ്. അള്ളാഹു കബൂലാക്കട്ടെ. മുസമ്മിലിൻ്റെ മാതാപിതാക്കൾക്കും മുസമ്മിലിനും കുടുംബത്തിനും മുസമ്മിലിനെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്കും അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അള്ളാഹു നൽകട്ടെ. മുസമ്മിൽ അൽഹംദുലില്ലാഹ് ഒരു മാതൃക കുട്ടിയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.